പബ്ലിക് ഹെൽത്ത് കേഡർ നടപ്പാക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിൽ LDF ജനങ്ങൾക്ക് നൽകിയിരുന്ന ഉറപ്പ്. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലും പബ്ലിക് ഹെൽത്ത് കേഡർ നടപ്പായില്ലെന്ന് മാത്രമല്ല, മന്ത്രിമാർ പോലും ചികിത്സയ്ക്കായി സർക്കാർ ആശുപത്രികളിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അവരവരുടെ ആരോഗ്യത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് മന്ത്രിമാരും കുടുംബാംഗങ്ങളും സർക്കാർ ആശുപത്രികളിൽ മാത്രമേ ചികിത്സിക്കാവൂ എന്ന് വാശി പിടിക്കാൻ കഴിയില്ല. പക്ഷേ സർക്കാർ ഖജനാവിൽ നിന്നും ചികിത്സാ ചെലവെടുക്കുമ്പോൾ നമ്പർ 1 ആയ സർക്കാർ ആശുപത്രികളിൽ മന്ത്രിമാർ ചികിത്സ നടത്താതെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നത് എന്തിനാണ്? ഇവിടെ പല ആശുപത്രികളിലും ഒന്നുമില്ലായിരുന്നല്ലോ. ഡോക്ടറില്ല, മരുന്നില്ല, നഴ്സില്ല, സ്റ്റാഫില്ല, ഇല്ല 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 എന്ന് പറയുന്ന നേരം വളരെ ദയനീയമായ അവസ്ഥയിൽ നമ്മുടെ ആശുപത്രികൾ ഇപ്പോഴോ. അതായത് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ എല്ലാം തികഞ്ഞതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വരുന്നത്. എന്നിട്ടാണോ ആരോഗ്യവകുപ്പ് മന്ത്രി സിസ്റ്റത്തിൽ പ്രശ്നമുണ്ടെന്ന് പറയുന്നത്? കഴിഞ്ഞ 9 വർഷക്കാലം കേരളത്തിലെ ഈ സിസ്റ്റം നിയന്ത്രിക്കുന്നത് LDF സർക്കാരല്ലേ? തദ്ദേശ മന്ത്രി MB രാജേഷ് ചികിത്സയ്ക്കെത്തിയത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ്. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയും ചികിത്സ നടത്തിയത് കൊച്ചിയിലെയും പാലക്കാട്ടെയും സ്വകാര്യ ആശുപത്രിയിൽ. പേരുകേട്ട സർക്കാർ ആശുപത്രികൾ തിരുവനന്തപുരത്തുണ്ടായിട്ടും മന്ത്രി V ശിവൻകുട്ടിയുടെ ചികിത്സ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ. ആരോഗ്യവകുപ്പ് അവകാശപ്പെടുന്നതനുസരിച്ചാണെങ്കിൽ ഇവരുടെ ചികിത്സയ്ക്കുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളും നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ ലഭ്യമാണ്. സമ്പന്നർക്ക് പോലും സർക്കാർ ആശുപത്രിയിൽ പോകാനാണ് താല്പര്യമെന്ന് മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞത് ഓർമ്മയില്ലേ? കേരളത്തിലെ ഒരു വലിയ സമ്പന്നന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാള് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുക. അദ്ദേഹം പറഞ്ഞു, എന്തൊരു മാറ്റാണ് നമ്മുടെ ആശുപത്രികളിൽ. ഞാനൊക്കെ അവിടെ പോയി ചികിത്സിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. പക്ഷെ ഞാൻ പോയാൽ ആളുകൾ പറയും, ഇയാളെന്തൊരു പിഷ്കരാണ്, അതുകൊണ്ടാണ് ഞാൻ പോകാതിരിക്കുന്നത്. പക്ഷെ എന്തൊരു സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളടക്കം കൊതിച്ചു പോവുകയാണ് അവിടെ പോകാൻ. സർക്കാർ ആശുപത്രികളിൽ ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന മന്ത്രിമാർ പിന്നെ എന്തിനാണ് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നുവെന്നാണ് പ്രതിപക്ഷവും ചോദിക്കുന്നത്. എനിക്കൊരു കാലിനൊരു ഒടിവ് പറ്റിയിട്ട് ഞാൻ പോയ പ്രൈവറ്റ് ആശുപത്രിയിലെ അച്യുതാനന്ദനും കിടക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല ആശുപത്രികൾ മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളാണെങ്കിൽ അച്യുതാനന്ദൻ ഞാൻ അവിടെയല്ലേ പോകേണ്ടത്. എനിക്ക് മുഴുവൻ സുഹൃത്തുക്കളാണ്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ തിരക്ക്, നിന്നിരിക്കാനിടമില്ല, പാവപ്പെട്ടവരുടെ അവസരം നമ്മൾ ഒഴിവാക്കും, ടോയ്ലറ്റുകളിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. മന്ത്രി R ബിന്ദു, മുൻമന്ത്രി ആന്റണി രാജുവും ചികിത്സ തേടിയത് സ്വകാര്യ ആശുപത്രികളിൽ തന്നെ. പൗരന്മാരുടെ ആരോഗ്യനില നിരന്തരമായി മോണിറ്റർ ചെയ്യുന്ന വികേന്ദ്രീകൃത ജനപങ്കാളിത്ത സംവിധാനം ഏർപ്പെടുത്തുമെന്ന് അവകാശപ്പെടുന്ന ആരോഗ്യവകുപ്പ് സ്വന്തം മന്ത്രിസഭാംഗങ്ങളുടെ ആരോഗ്യനില മോണിറ്റർ ചെയ്യാനെങ്കിലും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കേണ്ടതല്ലേ? ഖജനാവിൽ നിന്ന് കോടികൾ ചെലവഴിച്ചാണ് ഈ ചികിത്സയൊക്കെ എന്ന് ഓർക്കണം. മന്ത്രിമാർ സ്വകാര്യ ആശുപത്രികളിലും പ്രജകൾ ഇടിഞ്ഞു വീഴാറായ സർക്കാർ ആശുപത്രികളിലും പോകണമെന്ന് പറയുന്നതല്ല പബ്ലിക് ഹെൽത്ത് കേഡർ. TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.